നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ. കനത്തു പെയ്ത കാലവർഷത്തിനു പിന്നാലെ എത്തിയ കവിത തുളുമ്പുന്ന പൊന്നോണത്തെ തളിരും മലരും ഒരുക്കിയാണ് പ്രകൃതി വരവേൽക്കുന്നത്. കറുക മുതൽ കാട്ടുചെമ്പകം വരെ, മുക്കൂറ്റി മുതൽ മുള്ളിലവ് വരെ പൂത്തുലഞ്ഞു നിന്ന് മഹാബലി തമ്പുരാനെ വരവേൽക്കുവാനൊരുങ്ങുന്നു. തുമ്പകൾ പൂത്തു നിൽക്കുന്ന നാട്ടിൻപുറങ്ങൾ, കാക്കപ്പൂവുകൾ നിരന്നു നിൽക്കുന്ന പാടങ്ങൾ, അവയ്ക്കുമീതെ പിടിതരാതെ പറന്നു കളിക്കുന്ന ഓണത്തുമ്പികൾ, ആവേശത്തുമ്പിലെ ഊഞ്ഞാലാട്ടം, ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ, ഓണക്കോടി, ഓണസദ്യ, പഴയ ആഘോഷത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആഘോഷങ്ങളുടെ മട്ടും മാതിരിയുമെല്ലാം കാലദേശങ്ങൾക്കനുസരിച്ച് മാറിയിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ പ്രൗഢി നഷ്ടപ്പെടുത്താതെ ഓണത്തെ നാം കാത്തുപോരുകയാണ്. മന്വന്തരങ്ങൾക്കിപ്പുറവും ഓരോ വർഷവും മഹാബലിയുടെ ഓർമ്മ പുതുക്കി പ്രജകൾ ഓണം ആഘോഷിക്കുന്നു. വീണ്ടും ഓരോണം കൂടി മലയാളികളുടെ മനസ്സിൽ പൂചൂടിയെത്തുകയാണ്. മറുനാട്ടിലെ മലയാളികൾക്ക് ഓണം ആഘോഷിക്കുവാൻ അവധി പോലും കിട്ടുന്നില്ല എന്ന വലിയ സങ്കടവും ഉണ്ട്. എങ്കിലും ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് നാടിന്റെ നന്മ പകരുകയും സമ്പൽ സമൃദ്ധമായ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഓണക്കാലം. കാത്തിരിപ്പുകളും പ്രതീക്ഷകളും കുടുംബ സംഗമങ്ങളും വിനോദങ്ങളും വിഭവസമൃദ്ധിയുമെല്ലാം ചേർന്ന ആഘോഷപൂരം. ഓണാഘോഷങ്ങളുടെ നൈർമല്യവും ഊഷ്മളതയും ഗ്രാമങ്ങളിലാണ് ഏറെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഈ വർഷം ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മഹാബലി തമ്പുരാനെ വരവേൽക്കുവാനായി നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അവിടേക്കൊന്ന് ചെല്ലാം. എന്താ കുട്ടി ശങ്കര ഒരു ഗമ? നെറ്റിപ്പട്ടം തുടമ്പൊക്കെ കെട്ടിയപ്പോൾ നീ ഒടുക്കത്തെ ഗ്ലാമറാടാ മോനെ. നീ ഒന്ന് ചേർന്ന് നിന്നേടെ, ഞാനൊരു സെൽഫി എടുക്കട്ടെ. ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ കയറണം. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ. എന്താ പത്മിനി, കണ്ടിട്ടൊന്ന് ചിരിക്ക പോലും ചെയ്യാതെ എങ്ങോട്ടാ? പോയിട്ട് തിരക്കുണ്ട് മാധവേട്ട. പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ് എത്തിയേക്കാം. പത്മിനി ചേച്ചിയെ, ഉത്സവപ്പറമ്പിലും ചെട്ടിപ്പിരിവാണോ? നീ പോടാ. അതിനെന്താ, ഇങ്ങ് തന്നേടേ, ഞാൻ കൊടുത്തേക്കാം. എന്തുട്ടടത്, ആനക്ക് കൊടുക്കാനുള്ള പഴം നീ തിന്നോണോ? നാണമുണ്ടോടാ നിനക്ക്? അന്തസ് വേണോടാ, അന്തസ്. ഓ പിന്നെ മനുഷ്യന് വിശന്നിട്ട് വയ്യ, അപ്പോഴാ അന്തസ്. താൻ പോടോ. നിന്നെ ഞാനിന്ന് വിട്ടുകളയടാ. ധൈര്യം ഉണ്ടെങ്കിൽ താൻ ഇങ്ങോട്ട് വാടോ. ഡാ, നീ എന്തെങ്കിലും ഇതിന്റെ അടിയിൽ വരില്ലോ, അന്ന് നിനക്ക് വെച്ചണ്ടാ ഞാൻ. എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. അറിയാലോ, ഇക്കൊല്ലം ഞാനാ പ്രസിഡന്റ്. അല്ല, അതിന്റെ ഐശ്വര്യം കാണാനുമുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ പിള്ളേർക്കല്ലേ വള്ളംകളിയിൽ 1ാം സ്ഥാനം. ഇതൊന്ന് അനൗൺസ് ചെയ്യണമായിരുന്നല്ലോ. വരെ വള്ളംകളിയിൽ 1ാം സ്ഥാനം കിട്ടിയ കാര്യം അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന്. 1ാം സ്ഥാനമാണോ വിളിച്ചു പറയാ പതിവ്? ആ, എന്നാലതൊന്ന് പറഞ്ഞേക്ക് വാര്യരെ. ഹലോ
ടെസ്റ്റിംഗ്. ഹലോ. ഒരറിയിപ്പുണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന വാശിയേറിയ വള്ളംകളി മത്സരത്തിൽ കുട്ടനാടിന്റെ കായലോളങ്ങളെ പുളകം ചാർത്തിക്കൊണ്ട് എൽമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ചുണക്കുട്ടന്മാർ തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിവരം ഏവരെയും സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വിജയശ്രീലാളിതരായ അവരുടൻ തന്നെ നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേരുന്നതാണ്. എടാ കുവേ, ഒരു ചായ ഇങ്ങാന്നേടാ. ഛേ, എന്ത് ചായയാടാ ഇത്? ഇതിനൊരു ചൂടുമില്ലല്ലോ. ഓ, ഇതങ്ങനെ സ്ഥിരം പതിവ. പൈസ തരാതിരിക്കാൻ വേണ്ടി ചായയുടെ കുറ്റം പറയും, ഓസിൽ വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യും. ഷെടാ, ആ വെടിക്കെട്ടുകാരൻ ഗോപാലൻ എന്തിയേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചേട്ടാ. ആ കതിനാറിനടുത്ത് പെടക്കടാ, ഉത്സവത്തിനൊരു കൊഴുപ്പ് വരട്ടെ. ഇപ്പൊ പൊട്ടിച്ചേക്കാം. ബെസ്റ്റ്, അത് ചീറ്റിപ്പോയി. ഇങ്ങനെയാണോടാ നിന്റെ വെടിക്കെട്ട്? പരിപാടിയൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. അയ്യോ, എന്തു പറ്റിയോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. അതെ, അവരെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വള്ളംകളി മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി വിജയശ്രീലാളിതരായ നമ്മുടെ നാടിന്റെ ചുണക്കുട്ടന്മാർ നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. തളിയാനേ പനിനീര്, ഇവിടെ തളിയാനേ പനിനീര്. പനിനീരും തളിച്ചു, പിണ്ടോ വിട്ടു. വെള്ളം അടിച്ചോണ്ട് അമ്പലപ്പറമ്പിൽ കയറിയിരുന്ന എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി മാന്യ, ഞാൻ നിന്നിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ശരി മാന്യന്മാരെ. ആ, വെളിച്ചപ്പാടെ ഒന്നല്ലോ. വെളിച്ചപ്പാടെ പഴയല്ല, എന്നെ കണ്ടപ്പോഴേക്കും ഗ്യാസ് പോയല്ലേ? ദേവരെ, അടിയനെ പരീക്ഷിക്കുകയാണോ? എന്താണ് അവിടുന്ന് കോപിഷ്ഠനായിരിക്കുന്നത്? ഈ ഉത്സവത്തിൽ അങ്ങ് സന്തുഷ്ടനല്ലേ? എന്റെ ദാസനെവിടെ? അവനെ കാണുന്നില്ലല്ലോ. ആരാണ് അങ്ങയുടെ ദാസൻ? അരുൾ ചെയ്താലും. എല്ലാ വർഷവും നിങ്ങളെ ദർശിക്കുവാൻ എത്തുന്ന നിങ്ങളുടെ മഹാബലി തമ്പുരാൻ. നേരമാവുന്നതല്ലേ ഉള്ളൂ, അദ്ദേഹം ഉടനെ ഇങ്ങെത്തും. അത് മതി.
ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഒരു ഭാഗത്തേക്ക് മാറി അദ്ദേഹത്തിന് വഴിയൊരുക്കേണ്ടതാണ്. താലപ്പൊലി എന്നുന്ന കുട്ടികൾ ഉടൻ തന്നെ മൈതാനത്തിന് തെക്കേ അറ്റത്തേക്ക് വന്നു നിൽക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. ഈസ്റ്റ് ലണ്ടൻ നിവാസികൾ നമുക്ക് തന്ന ഈ ഗംഭീര വരവേൽപ്പ് നമ്മെ അതീവ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. കള്ളവും ചതിയുമില്ലാതിരുന്ന, എല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ആ പോയ കാലം മടക്കിക്കൊണ്ടുവരുവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഈ തിരുവോണ നാളിൽ നിങ്ങൾക്കേവർക്കും നാം സർവൈശ്വര്യങ്ങളും നേരുന്നു.